പിന്നിടുമ്പോൾ അതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് തന്നെ സംശയമുണ്ട്. കാര്യം ചടയമംഗലത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു വലിയ രാഷ്ട്രീയ പല സ്ഥലത്തും നടക്കുന്നതിനാൽ പല രീതിയിലും മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പരിപാടി നടത്തുന്നതല്ല, ഒരുപാട് ആൾക്കാരെ സമീപിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ചടയമംഗലമാണെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് കബീർ സാറിനെ അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളൂ. അതായത് ഒരു സാംസ്കാരികപരമായി മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കഥകളൊക്കെ എഴുതുന്ന ഒരുപാട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സമ്പന്നരായ ആൾക്കാരുള്ള ഒരു ഇടം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ടീച്ചറിന്റെ തൊട്ടടുത്തിരുന്ന ടീച്ചറിനെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് ടീച്ചർ ആദ്യം ചോദിച്ചത്, ചടയമംഗലത്തുള്ള കബീർ സാറിനെ അറിയാമോ, സാറിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ നിരവധിയായിട്ടുള്ള സമ്പന്നരായ, സാംസ്കാരികമായി സമ്പന്നമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള ദീപു, അങ്ങനെ ഒരുപാട് ഇളമാട് ഗോപിയുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ട് പോലും സാംസ്കാരികമായ ഒരു മുന്നേറ്റം നമുക്ക് ചടയമംഗലത്ത് നടത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരിടം, സാംസ്കാരിക മുന്നേറ്റത്തിനുള്ളൊരു ഇടം നമുക്ക് ചടയമംഗലത്ത് സൃഷ്ടിക്കണമെന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിനൊരു വേദിയായി ഈ വലിയ മനുഷ്യന്റെ അനുസ്മരണ ചടങ്ങ് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഈ സമന്വയ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരി ബി സുരേന്ദ്രൻ അവരുടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഞാനും ബിജോണിനും ജഹാംഗീറും മഞ്ചേഷനും ഒക്കെ വല്ലപ്പോഴൊക്കെ അതിന് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളോട് സംസാരിച്ച് ഇത് നമുക്ക് രൂപീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഇതിലേക്ക് നമ്മളെ നയിച്ചത്. എന്നും നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ് പല പരിപാടികളിടാൻ നമ്മളോട് പറയുമ്പോഴും പല തിരക്കുകൾ കാരണം പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നിലമേ കോളേജിന്റെ പ്രിൻസിപ്പൽ ആർ രാജേഷ് സാറാണ്. സാറ് വലിയൊരു സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നിൽക്കുന്ന ആളാണ്. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാറിനെ നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷം. സാറിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ മേഖലകളിൽ വലിയ പ്രഗത്ഭരാണ്. എല്ലാ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഉദ്ഘാടകൻ, ആദരണീയനായ പ്രൊഫസർ രാജി സാർ, ഇതിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട സംഗീത സാർ, ഈ ചടങ്ങിനെ കുറിക്കുന്ന വിവിധ തുറകളിലെ ശ്രദ്ധേയരായ ബഹുമാന്യൻ, നമ്മളിന്നിവിടെ ഈ സായാഹ്നം ചെലവഴിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഗുരുതുല്യനായ, അല്ലെങ്കിൽ അതിലുമപ്പുറം മലയാള സാഹിത്യത്തെയും സാംസ്കാരികതയെയും പരിപോഷിപ്പിച്ച് നമ്മുടെ ആസ്വാദനത്തെ
വേണ്ടുവോളം പരിപോഷിപ്പിച്ച നമുക്ക് പ്രിയപ്പെട്ട ഏറെ പ്രിയങ്കനായ എം ടി സാറിനെ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, മലയാള ഭാഷയുടെ, മലയാള സാഹിത്യത്തിൻ്റെ സുഹൃതമായിരുന്നു, സൗന്ദര്യമായിരുന്നു എന്ന്. നമ്മുടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും ചക്രവർത്തി പദം അലങ്കരിച്ചത് ഒരുപക്ഷെ 6.5 പതിറ്റാണ്ട് കാലം നമ്മുടെ മലയാള ഭാഷയെ വേണ്ടുവോളം നയിച്ച, അതിൻ്റെ മുന്നിൽ നടന്ന, തൊട്ടതെല്ലാം പൊന്നാക്കി സാഹിത്യകാരനായിരുന്നു എം ടി. നമ്മുടെ ദേശത്തും അതോടൊപ്പം രാജ്യാന്തര തലത്തിലും ഏറെ ശ്രദ്ധേയനായി എന്ന് മാത്രമല്ല, ഒട്ടനവധി പുരസ്കാരങ്ങൾ, അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ജ്ഞാനപീഠം വരെ നേടിയ മഹാനായിരുന്നു നമ്മുടെ എം ടി. ഒരൊറ്റ സൃഷ്ടി മാത്രം മതി രണ്ടാമൂലം. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയും സാഹിത്യത്തെയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തിന്റെ ഏറ്റവും മഹോദാഹരണമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രണ്ടാമത്. നമുക്കറിയാം, പ്രത്യേകിച്ചും നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൽ ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സെൻട്രൽ ക്യാരക്ടറായി അവതരിപ്പിച്ചുകൊണ്ട് എം ടി തന്റെ സാഹിത്യ സൃഷ്ടിക്ക് നൽകിയ വിലപ്പെട്ട സംഭാവന മലയാളി എന്നും ഓർക്കും. നമുക്കറിയാം, അതോടൊപ്പം തന്നെ നമ്മുടെ ചലച്ചിത്ര പിന്നണി ലോകത്തും അതുപോലെ തന്നെ തിരക്കഥാരംഗത്തും ഒക്കെ തന്നെ എം ടി നൽകിയ സംഭാവനകൾ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ മനസ്സിൽ എം ടി ഒരു ബിംബമാണ്. ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മഹാനായ സാംസ്കാരിക പ്രവർത്തകൻ, ഒറ്റയ്ക്ക് നടന്ന ഒരു സാഹിത്യകാരൻ എന്നൊക്കെ എത്ര വിശേഷിപ്പിച്ചാലും, വിശേഷങ്ങൾ നൽകിയാലും നമുക്ക് മതിവരില്ല. അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഈ ഞങ്ങളുടെ സംഘടനയായ സമന്വയ സാംസ്കാരിക വേദി ഒരുക്കിയ ഒരു ലളിതമായ ചടങ്ങാണ്. ഇവിടെ ഇതിനെത്തിച്ചേർന്ന എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ എൽമേൽ NSS കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സാർ, അദ്ദേഹം നമുക്കറിയാം എം ടി മാതൃഭൂമിയുടെ പത്രാധിപരായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു തേജസ്സാണ്. പുതിയ എഴുത്തുകാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷയിൽ എഴുതി തുടങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ വാതായനം തുറന്നിട്ട ഒരു മനുഷ്യനായിരുന്നു എം ടി. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അത്യന്തം അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ പ്രിൻസിപ്പൽ അദ്ദേഹം മാധ്യമരംഗത്ത്, പ്രത്യേകിച്ചും മാതൃഭൂമിയിൽ തന്നെ ദീർഘകാലം സേവനമർപ്പിച്ച ഒരു പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ. അപ്പോ ഞാൻ പറയുന്നത്, നമ്മുടെ മഹാനായ എം ടി മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ ചീഫ് എഡിറ്ററായിരിക്കുന്ന കാലം 1998 കാലത്ത് സാർ ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നു, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഐതിഹ്യങ്ങളിലൂടെ എന്നൊരു പങ്ക്തി ആരംഭിച്ചു. അപ്പോൾ ഈ ഐതിഹ്യങ്ങളിലൂടെ എന്നൊരു പങ്ക്തി ആരംഭിച്ചപ്പോൾ സാധാരണ മാതൃഭൂമി പത്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കീഴ്വഴക്കമൊന്നും എഴുതാൻ വേണ്ടിയുള്ള, എങ്കിലും ഞാനൊരു ആർട്ടിക്കൽ എഴുതി വെച്ചുള്ളൂ. ദൈവകൃപ എന്ന് പറഞ്ഞാൽ മതി. അതൊരു 10, 25, 30ഓളം ലേഖനങ്ങൾ തുടരെയുള്ള ഒരു പരമ്പരയായിരുന്നു ഐതിഹ്യങ്ങളുണ്ട്. അതിന്റെ 1-ാം ലക്കം എനിക്ക് കിട്ടി എന്നുള്ളതാണ് എം ടി പത്രാധിപരായിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എനിക്ക് കിട്ടിയത് മഹാഭാഗ്യം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ 3 ലക്കം മുമ്പേ എഴുതി തുടങ്ങുന്നു,
അങ്ങനെ ഒരു 3-4 ആർട്ടിക്കിൾ അതിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ. അതിനുശേഷം ഏതാണ്ട് 6 മഹാ സമയത്ത് തന്നെ വേറൊരു ആർട്ടിക്കിൾ ഞാൻ കൊടുത്തു, അത് മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ, നീ അത് വരും കിട്ടണം, സമയം കഴിഞ്ഞല്ലോ. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഏതാണ്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ വളരെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നല്ല ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ഇതിനുശേഷം എനിക്ക് അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ ഒരു കത്ത്, അനുമോദന കത്ത്, സത്യത്തിൽ എന്റെ ജീവിതം തന്നെ എനിക്ക് നിന്ന് മാറി മറിഞ്ഞതുകൊണ്ട്. കാരണം NDയെ പോലുള്ള ഒരു മഹാമനുഷ്യൻ, ഒരു വിശ്വ മനുഷ്യൻ, അദ്ദേഹം നമ്മളെ അനുമോദിച്ചുകൊണ്ടൊരു 4 അക്ഷരം എഴുതി എന്റെ കയ്യിൽ കിട്ടിയതും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. ജീവിതത്തിൽ കിട്ടിയ അപൂർവ ഭാഗ്യവും കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് പുതിയ തലമുറയെ, നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ സമീപത്ത് തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ നിലവിൽ NSS കോളേജിൽ കള്ളസ്ഥാനത്തിൽ വഹിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ R. രാജേഷ് സാറിനെ ഈ MD അനുസ്മരണം അല്ലെങ്കിൽ MD സ്മൃതി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ ഇത്രയും പേരെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഞാൻ വരാനുള്ള ശബ്ദം അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച് തുടങ്ങിയ ആൾക്കാരായതുകൊണ്ട് 100-200 പേരൊക്കെ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ വരെ ശബ്ദം എത്തിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നുണ്ട്. കുഴപ്പമില്ല, ഈ ഫാനിൻ്റെ ഒരു അസ്വാരസ് ഒക്കെ ഉണ്ടെങ്കിലുള്ള കേൾക്കാമല്ലോ അല്ലേ? വേണ്ടല്ലോ. അപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ സുരേന്ദ്രൻ അവർ, സ്വാഗതം പറഞ്ഞ ശ്രീ ജിൻസ്, ബഹുമാനപ്പെട്ട നമ്മുടെ ദേശീയ അധ്യാപക നേതാവായിട്ടുള്ള സാർ, എൻ്റെ പ്രിയപ്പെട്ട ഈ സുരേന്ദ്രൻ അവർ പറഞ്ഞു നിർത്തിയ ഒരു സംഗതിയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. കാര്യം സാധാരണ നമ്മൾ ഈ ആഴ്ച അവസാനം വീട്ടിൽ പോകാൻ തിരക്കിട്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ച് പ്രോഗ്രാം ഉള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഓണാട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ചെട്ടുകളങ്ങനെ കുംഭഭരണിയുടെ കുത്തിവട്ടച്ചൂടുകൾ നടക്കുന്ന സമയമാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടി അവിടെ പോയി കുത്തിവട്ടച്ചൂട് കാണണം വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നത്തെ ചൂട് പോയി. പറഞ്ഞതല്ലേ, അദ്ദേഹം പറഞ്ഞതല്ലേ, MD ഒരു ബിംബം. ഈ ബിംബങ്ങളെല്ലാം ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ബിംബങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും പോകുമ്പോൾ നമ്മൾ വല്ലാത്ത ഒരു ശൂന്യതയിലേക്കാണ്, ശൂന്യതാബോധത്തിലേക്കാണ് പോകുന്നത്. തൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു സമൂഹത്തെ, ഒരു ജനതയെ, ഒരു സംസ്കാരത്തെ ഒന്നാകെ സ്വാധീനിച്ച എത്ര വ്യക്തിത്വങ്ങൾ ഇനിയുണ്ട് എഴുത്തിൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര ബിംബങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു കാലഘട്ടമാണ്. എഴുത്തുകാർ ബിംബങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം അസ്തമിച്ചു എന്നാണ് പുതിയ എഴുത്തുകാരുടെ ഒരു വ്യാഖ്യാനം. അവരതിന് പറയുന്ന ഒരു കാരണം, ഉത്തരാധുനികത എന്ന് പറയുന്നത് എല്ലാ ബൃഹദാഖ്യാനങ്ങളുടെയും തച്ചുടയ്ക്കുന്ന ഒരു കാലമാണ്. ബൃഹദാഖ്യാനങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് വലിയ എഴുത്ത്, വലിയ എഴുത്തുകാരൻ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം ശിഥിലമാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ പുതിയ എഴുത്തിൻ്റെ കാലഘട്ടം. ഒരുപാട് എഴുത്തുകാർ വരുന്നു, ഒരുപാട് എഴുത്തുകൾ ഉണ്ടാകുന്നു, ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് വൈചിത്ര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ബിംബങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വലിയ എഴുത്തുകാരും വലിയ എഴുത്തുകളും ഒന്നും അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ
ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നിയേക്കാം, കാര്യം നമ്മളും എല്ലാം എഴുത്തുകാരാണ്, നമ്മുടെ ചുറ്റും എഴുത്തുകാരാണ്, എല്ലാവരും എഴുത്തുകാരാണ്, എല്ലാവരും വായനക്കാരും, എല്ലാവരും എഴുത്തുകാരും എല്ലാവരും വായനക്കാരുമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതാത്ത ആരും നമ്മളെ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം പോയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പിന്നെ സെൽഫി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് റീൽസ് എടുക്കുമ്പോഴും സെൽഫി എടുക്കുമ്പോഴും കാൽ വഴിയിലേക്ക് കിടത്തിൽ വീഴുക, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് സെൽഫി എടുക്കും, റീൽസ് എടുക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ 30 വർഷം മുമ്പ് കണ്ട ഒരാളെ കാണുന്നു, കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് ഒരു സെൽഫി എടുക്കും എന്ന് പറഞ്ഞൊരു സെൽഫി എടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ എഴുതുന്നു, അല്ലേ? എല്ലാവരും ചെയ്യുന്നതാണ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ അനുഭവങ്ങൾ എഴുതുന്നു, നമ്മൾ എഴുത്തുകാരനായി മാറുന്നു. ഇത് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ വായിക്കുന്നു, ഇങ്ങനെ എഴുത്തുകാരും വായനക്കാരും ഒക്കെ അവർ കമൻ്റ് ഇടുന്നു, അവരതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നു. അപ്പോൾ അവരും നിരൂപകരായി മാറുന്നു നമ്മുടെ എഴുത്തിനെ, അല്ലേ? ഇങ്ങനെയാണ്, നമ്മുടെ ഒരു എഴുത്തങ്ങോട്ട് ചെല്ലുന്നു, അതിന് അവർ റിയാക്ട് ചെയ്യും, അവർ കമൻ്റ് ചെയ്യും. കമൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ എഴുത്തിനെ കുറിച്ചുള്ള ഒരു നിരൂപണമാണ്. അപ്പോൾ എല്ലാവരും എഴുത്തുകാരും നിരൂപകരുമാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബിംബങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. MTയുടെ കാലഘട്ടമുണ്ട്, ഞാൻ വിശദമായി സംസാരിക്കുന്നു. MTയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 3ാം തലമുറ പെടുന്ന ഒരു എഴുത്തുകാരുടെ CVക്കും ചന്തുമേനോനും ഒക്കെ ശേഷം പിന്നീട് ബഷീറും തകഴി, നവോത്ഥാന എഴുത്തുകാരായ ബഷീർ, തകഴി, ഉറൂബ്, പൊൻകുന്നംപത്തി, ലളിതാംബിക അന്തർജനം, SK പൊറ്റക്കാട്, ഇങ്ങനെയുള്ള എഴുത്തുകാർ വരുന്നു. അവരുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതി തുടങ്ങുന്ന എഴുത്തുകാരാണ് MTയും T. പത്മനാഭനും മാധവിക്കുട്ടിയും പോലെയുള്ള എഴുത്തുകാർ. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവരൊക്കെ എഴുതി തുടങ്ങുന്നതെങ്കിലും തകഴിയുടെയും ദേവിൻ്റെയും ഉറൂബിൻ്റെയും ലളിതാംബിക അന്തർജനത്തിൻ്റെയും SK പൊറ്റക്കാട്ടിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ, പൊറ്റക്കാടിനെ ഞാൻ ഒന്ന് മാറ്റി നിർത്തുകയാണ്, ഉറൂബിനെയും ഞാൻ ഒന്ന് മാറ്റി നിർത്തുകയാണ്, തകഴി, ദേവ്, ബഷീറിനെ ഒന്ന് മാറ്റി നിർത്തുകയാണ്. ഈ കളത്തിലൊന്നും ഒതുങ്ങാത്ത ഒരാളാണ്, അപ്പോൾ ഒന്ന് മാറ്റി നിർത്തുക. അപ്പോൾ അതിന് ഉറൂബ്, പൊറ്റക്കാട്, പിന്നെ ബഷീർ, അത്രയും പേരെ മാറ്റി നിർത്തിയാൽ തകഴി, പൊൻകുന്നമ്മത്തി, ദേവ്, ലളിതാംബിക അന്തർജനം എന്നിങ്ങനെയുള്ള ആ എഴുത്തുകാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് MT വാസുദേവൻ നായരെ പോലെയുള്ള T. പത്മനാഭനെ പോലെ, മാധവിക്കുട്ടിയെ പോലെയുള്ള എഴുത്തുകാരൻ കടന്നു വരുന്നത്. ആ നവോത്ഥാന കാലഘട്ട എഴുത്തുകാർ. പക്ഷേ ഇവരുടെ എഴുത്തിൽ തന്നെ വലിയ വൈവിധ്യവും വലിയ വൈരുദ്ധ്യവുമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ തകഴി ഉൾപ്പെടെയുള്ള, വർക്കി ഉൾപ്പെടെയുള്ള എഴുത്തുകാർ അവരുടെ കണ്ണാടി, അവരുടെ ദർപ്പണം സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ചിട്ട് ആ ദർപ്പണത്തിൽ പ്രതിഫലിച്ച സമൂഹത്തിൻ്റെ ചിത്രങ്ങൾ അവരുടെ എഴുത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പൊ സമൂഹത്തിന് നേരെ തിരിച്ചു വെച്ച ഒരു കണ്ണാടിയായിരുന്നു തകഴിയും പൊൻകുന്നംപത്തിയും കേശവദേവും ലളിതാംബിക അന്തർജനവും. വ്യക്തിയുടെ ഉത്കണ്ഠകൾക്കപ്പുറം സമൂഹത്തിന്റെ ഉത്കണ്ഠകൾ, വ്യക്തിയുടെ ഉത്കണ്ഠകൾക്കപ്പുറം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, തീർച്ചയായും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉത്തരം കൂടി അവരുടെ കൃതികളിൽ ഉണ്ട് എങ്കിൽ പോലും അവർ കുറെ കൂടി സാമൂഹ്യ പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കുറെ കൂടി രാഷ്ട്രീയ പ്രബുദ്ധത, പിന്നെ അതിനോട് അങ്ങനെ എഴുത്തിനെ സമീപിച്ച ആൾക്കാരാണ്. അതിൽ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അവരോടൊപ്പം എഴുതുകയും അവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുകയും ചെയ്ത ആൾക്കാരാണ് നേരത്തെ അന്ന് ഞാൻ മാറ്റി നിർത്താം എന്ന് പറഞ്ഞ ബഷീർ, പൊറ്റക്കാട്, ഉറൂബ്. അവരോടൊപ്പം സഞ്ചരിക്കുകയും തകഴിയോടും ദേവിനോടും ഒപ്പം സഞ്ചരിക്കുകയും അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി വ്യക്തിഗത ദുഃഖങ്ങൾ, വ്യക്തിയുടെ സ്വപ്നങ്ങൾ, സ്വപ്നഭംഗങ്ങൾ, മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, ഇതൊക്കെ കുറെ കൂടി എഴുത്തിലേക്ക് കൊണ്ടുവന്ന് എഴുത്ത് സമൂഹനിഷ്ഠം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തിധിഷ്ഠിതമാക്കി മാറ്റുകയും ചെയ്തവരാണ് ഈ പറഞ്ഞ 3 പേർ. അവിടെയാണ് MTയും
അവരെ കുറെ കൂടി ആ എഴുത്തിനെ ബഷീറും ഉറൂബും ഒറ്റക്കാട് ആ കാലഘട്ടത്തിൽ അവര് കൊണ്ടുവന്ന ആ മാറ്റത്തിനെ കുറെ കൂടി മൂർത്തമായ രൂപത്തിൽ എഴുത്തിലേക്ക് കൊണ്ടുവന്നവരാണ് മാധവി. അവരുടെ കൃതികളിൽ സമൂഹമില്ലേ? തീർച്ചയായും ഉണ്ട്. സമൂഹമില്ലാതെ ഒരു എഴുത്തുകാരന്, സമൂഹത്തിന്റെ പ്രതിഫലനമില്ലാതെ, സമൂഹത്തിന്റെ ചലനങ്ങളെ ആവിഷ്കരിക്കാതെ, സമൂഹത്തിന്റെ ചലനങ്ങളെ സ്വാംശീകരിക്കാതെ ഒരെഴുത്തും, എല്ലാ എഴുത്തും സമൂഹത്തിന്റെ ചലനങ്ങളെ സ്വാംശീകരിച്ചും സ്വായത്തമാക്കിയും പ്രതിഫലിപ്പിച്ചിട്ടും ഉള്ള എഴുത്തുകളാണ്. പക്ഷേ വ്യക്തി എങ്ങനെ സമൂഹം എങ്ങനെ വ്യക്തിയെ ബാധിക്കും? കാൽപ്പനികമാണ്. ലോകത്ത് എല്ലായിടത്തും മനുഷ്യൻ ചങ്ങലക്കെട്ടിലാണ് എന്ന് പറഞ്ഞാൽ ആ കാൽപ്പനികതയുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം എന്ന് പറഞ്ഞാൽ ആ സംഗതി തന്നെയാണ് ഇവിടെ വ്യക്തിനിഷ്ഠമായി വരുന്നത്. അപ്പൊ സമൂഹം എങ്ങനെയാണ്? ഇത് ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ അതുതന്നെയാണ്. അത് കുറെ കൂടി എഴുത്തിൽ, ഗദ്യത്തിൽ മൂർത്ത രൂപത്തിലെത്തുന്നത് എം.ടിയുടെയൊക്കെ കാലഘട്ടത്തിലാണ്, മാധവിയുടെ കാലഘട്ടത്തിലാണ്. സമൂഹം ചങ്ങലക്കിടുന്ന വ്യക്തിയുടെ വിഫലത, വ്യക്തിനിഷ്ഠമായ പ്രശ്നങ്ങൾ സമൂഹത്തിനെ നേരിടേണ്ടി വരുമ്പോൾ ഭയപ്പെടുകയോ പലായനം ചെയ്യുകയോ നേരിടുകയോ ചെയ്യേണ്ട വ്യക്തി. നമുക്ക് സമൂഹത്തിനെ പലതരത്തിൽ നേരിടാം. ഒരു പ്രശ്നത്തെ നമുക്ക് പലതരത്തിൽ നേരിടാം. പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാം, പലായനം ചെയ്യാം, പ്രശ്നം കണ്ടില്ലെന്ന് നയിക്കാം, പ്രശ്നത്തെ നേരിടാം, ഭയവിഫലനാണ്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ വിഫലതകളും, നാലുകെട്ട് എന്ന് പറയുന്നത് ഒരു സമൂഹം, നായർ സമുദായത്തിന്റെ അക്കാലത്തെ ഇന്ത്യയുടെ കൃതികളിൽ വരുന്ന കൂടുതലും ആ നായർ സമുദായത്തിൽ ദായക്രമത്തിലുണ്ടായ വിഷയങ്ങൾ, ദായക്രമത്തിൽപ്പെട്ട് കോൺഫ്ലിക്റ്റുകൾ, കാരണവർ അനന്തരവൻ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണല്ലോ നാലുകെട്ടിൽ വരുന്നത്. ഈ നാലുകെട്ട് എന്ന് പറയുന്നത് എം.ടിയുടെ എഴുത്തിൻ്റെ ഒരു മൂർത്ത രൂപം തന്നെ. അതെന്നും എല്ലാ കൃതികളിലും അത് നാലുകെട്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആ സാമൂഹ്യ ഘടന, ആ കുടുംബഘടന, ആ സമുദായ ഘടന അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതിൽ പെട്ടുപോകുന്ന, ഇരുളടഞ്ഞ നാലുകെട്ടിൽ പെട്ടുപോകുന്ന, ഇരുളടഞ്ഞ നാലുകെട്ട് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ട് നമുക്ക് കണക്കാം. ആ സമൂഹ ഘടനയിൽ പെട്ടുപോകുന്ന വ്യക്തിയുടെ വിഫലതകളും വ്യക്തിയുടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വെമ്പലുകളും വിതുമ്പലുകളും സ്വപ്നങ്ങളും അതിനെ പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളും അത് ഭേദിച്ച് പുറത്തു വരുന്നതിൻ്റെ സാഹസങ്ങളും ഒക്കെയാണ് എക്കാലത്തും ഇന്ത്യയുടെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാം മൂലം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട കൃതിയാണ്. കാലം, അസുരവിത്ത്, ഇങ്ങനെയുള്ള ആദ്യകാല കൃതികൾ. ഇത് നമ്മളെപ്പോഴും പറയുന്നത് സാഡിസത്തിന്റെ ഏറ്റവും അവസാന വാക്കായി നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ കാലത്തിലെ സേതുവിന് കുറിച്ച്. സേതുവിനെന്നും സേതുവിനോട് മാത്രമാണ് ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ ഇങ്ങനെ വ്യക്തിവിഫലതകളെ ഏറ്റവും കൂടുതൽ അതുപോലെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എം.ടി എന്ന് പറയുന്നത് എഴുത്തുകൊണ്ട്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു എഴുത്തുകാരന് വേണ്ടി, എൻ്റെ ഓർമ്മയിൽ ഒരു എഴുത്തുകാരന് വേണ്ടി 48 മണിക്കൂർ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ 48 മണിക്കൂർ ഒരു എഴുത്തുകാരന് വേണ്ടി എല്ലാ ദൃശ്യമാധ്യമങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർക്കണം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ച ദിവസമാണ്. പക്ഷേ 48 മണിക്കൂർ ഒരു എഴുത്തുകാരന് വേണ്ടി മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും വെച്ചുവെക്കുക. അടുത്ത ദിവസം പത്രവും, ഒരു പത്രാധിപര് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പത്രവും. അപ്പൊ അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോലും കടന്നു വന്ന് നമ്മുടെ എല്ലാം ഇത്രയും സ്വാധീനിച്ച ഒരു ദീപം ഇനിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവശേഷിക്കുന്ന ഒരു പത്മനാഭൻ മാത്രമാണ്, ഈ പത്മനാഭൻ മാത്രമാണ്. അപ്പൊ എവിടെയാണ് പുതിയ എഴുത്തിന്റെ പ്രശ്നങ്ങൾ വന്നത്? അത് എഴുത്തുകാരുടെയും എഴുത്തിന്റെയും പ്രശ്നങ്ങൾ തന്നെ.
ഇത്രമാത്രം എഴുത്തുകൊണ്ട് ജനകീയനാണ്. എഴുത്തിലൂടെ വായനക്കാരനെ അകറ്റുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എഴുത്തുകൊണ്ട് വായനക്കാരനെ കടന്നു വരൂ എന്ന് ആകർഷിക്കുന്ന വ്യക്തിയെ പോലെയുള്ള എഴുത്തുകാർ അപ്രത്യക്ഷരായിരുന്നു. എങ്ങനെ എഴുത്തിലൂടെ വായനക്കാരനെ അകറ്റാം എന്നുള്ളിടത്താണ് ഇപ്പൊ മലയാളിയെ വായനയിലേക്ക് കൊണ്ടുവന്നതിൽ ഈ നവോത്ഥാന എഴുത്തുകാർ, പിന്നെ അതുപോലെ തന്നെ MT പോലെയുള്ള മാധവിക്കുട്ടിയെ പോലെയുള്ള എഴുത്തുകാർ, അവർ നമ്മുടെ മലയാള സമൂഹത്തിൽ വായനയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചാണ്. വായനയെ ഇതുപോലെ ജനകീയവൽക്കരിച്ച ഒരു കാലഘട്ടം. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ വായനയെ ജനകീയവൽക്കരിച്ച എഴുത്തുകാരെ നമ്മൾ പൈങ്കിളി വായന എഴുത്തുകാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ മുട്ടത്ത് വർക്കി, മൊയ്തു പയ്യത്ത്, ഇങ്ങനെയുള്ള എഴുത്തുകാർ, കാനം EJ, ഇവരെല്ലാം 1960കളിൽ വന്ന ആധുനികതയുടെ കാലത്ത്, ആധുനിക നമ്മുടെ സാഹിത്യത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആധുനികതയുടെ കാലത്ത് ഈ മുട്ടത്ത് വർക്കിയെയും മൊയ്തു പടിയത്തിനെയും കാനം EJ പോലെയൊക്കെയുള്ള വീട്ടമ്മമാരെ പോലും വായനയിലേക്ക് കൊണ്ടുവന്ന അവരാണ്. ഇപ്പൊ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ അന്നത്തെ മുട്ടത്ത് വർക്കിയെ പോലുള്ള ആൾക്കാർ ചെയ്തത്. അങ്ങനെ അവരാണ് ശരിക്കും വായനയെ ഏറ്റവും കൂടുതൽ ജനകീയ. അവരെ അന്ന് ആധുനികതയുടെ ബുദ്ധിരാക്ഷസന്മാർ, ബുദ്ധിജീവികൾ, പൈങ്കിളി എഴുത്തുകാരെ ആ ജനകീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്, ആ ജനകീയതയുടെ അടിത്തറ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തകഴിയെ പോലുള്ള എഴുത്തുകാർ അവരുടെ കൃതികൾ രൂപപ്പെടുന്നത്. ആ ജനകീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് MT വാസുദേവൻ നായരെപ്പോലുള്ള ആൾക്കാർ അവരുടെ അക്ഷരങ്ങളെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നതിൽ, കൂടുതൽ വായനക്കാർക്ക് പ്രാപ്യമാക്കി മാറ്റുന്നു. ഇതിനകത്ത് MT കുറിച്ചുള്ള വളരെ വ്യക്തിപരമായ ഒരു അനുഭവം. ഞാൻ MT വാസുദേവൻ നായരെ ആദ്യമായി കാണുന്നത് ഇന്നേക്ക് ഏതാണ്ട് 34 വർഷം, 1991-92 കാലഘട്ടത്തിൽ ഞാൻ മാതൃഭൂമിയുടെ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി കോഴിക്കോട് മാതൃഭൂമിയിൽ പോകും. സാക്ഷാൽ MD വീരേന്ദ്രകുമാറാണ് ഇൻ്റർവ്യൂ ബോർഡിലെ ചെയർമാൻ. ഇങ്ങനെ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാതൃഭൂമി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോൾ അതെനിക്ക് 22 വയസ്സ്, PG കഴിഞ്ഞ സമയമാണ്. അപ്പോൾ എനിക്ക് മാതൃഭൂമി കോഴിക്കോട് എന്ന ആദ്യമായിട്ടാണ് കോഴിക്കോട് പോകുന്നത്. എന്നെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ ചെന്നപ്പോൾ മാതൃഭൂമി ആണ് കോഴിക്കോടാണ്. MT വാസുദേവൻ നായരെ കാണാതെ പോരാൻ പറ്റില്ല. അങ്ങനെ MT വാസുദേവൻ നായരുടെ കവിയുടെ മുന്നിൽ MT വാസുദേവൻ നായർ എഴുതിയ കവിയുടെ മുമ്പിൽ ചെന്ന് ശക്തിയോടുകൂടി നിൽക്കുക. അകത്ത് ഉണ്ട്, ചിരിക്കത്തില്ലല്ലോ. ഞാനൊരു കോണിക്കൂടി ചിരിയാണ് ഏറ്റവും പ്രശസ്തമായ ചിരി. അപ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ട്. ഈ ശങ്കരപ്പിള്ള പറഞ്ഞ പോലെ നാട്ടുകാർക്കെതിരെ വരുന്നു വേണ്ട കുശലശല്യം എന്ന് പറഞ്ഞ പോലെ കുശലശല്യം കാലത്ത് കൊണ്ടുവരുന്നവരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ദ്വാരപാലകനെ അവിടെ ചോദിച്ചു, എന്താ അയക്ക് MT പോലെ തന്നെ യാതൊരു ദാക്ഷിണ്യം എന്താ കാണാനുള്ള എന്താ ആവശ്യം? ഒന്നുമില്ല, ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ കാണാനൊരാഗ്രഹം കൊണ്ട് വന്നതാണ്. ചോദിക്കട്ടെ, എനിക്ക് ഈ നെഞ്ചരിപ്പ് എനിക്ക് കേൾക്കാം. നമ്മളിങ്ങനെ ആരാധിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഞ്ചരിപ്പും സംഭ്രമവും ഉണ്ടല്ലോ, അതെനിക്ക് ചെവിക്കാം. 2 മിനിറ്റ് പഴം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യം തന്നെ, ഇങ്ങനെ കുട്ടിയെക്കുറിച്ച് ഇരിക്കുകയാണ്, എന്തൊക്കെയോ നോക്കുന്നില്ല. തലകുനിച്ച് ഞാനിങ്ങനെ നിൽക്കുക. മുരളനക്കാനും പേടി, ശ്വാസം വിടാനും പേടി. നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കും, എന്താ നമുക്ക് കാണാൻ മുഖത്തെ ഭാവം എന്താ കണ്ടില്ലേ പോയിട്ടു എന്നുള്ളതാണ് മുഖത്തെ ഭാവം. ഒന്നും വേണ്ടിയില്ല. വീണ്ടും ഞാൻ വീണ്ടും കണ്ടില്ലേ, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് വാക്കാൽ ചോദിക്കുക, കണ്ടില്ലേ എന്താ ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണ്. എന്തിലേക്ക്?
കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, കിട്ടട്ടെ. മാത്രം ശരി, കിട്ടട്ടെ. ഞാൻ പോയി അതങ്ങനെ അനുഗ്രഹം കിട്ടി. അപ്പൊ പിന്നീട് ഒരു 1.5 വർഷം കഴിഞ്ഞാൽ പാലക്കാട് മാതൃഭൂമി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ, കോഴിക്കോട് മാതൃഭൂമി അല്ല, പാലക്കാട് മാതൃഭൂമി അല്ലേ, അതെ, സോമനുണ്ടോ എൻ്റെ ചീഫ്? ഈ സോമൻ ഇല്ല. ഇതാരാണ്? എൻ്റെ പേര് രാജേഷ്. ഇത് കോഴിക്കോട് മാതൃഭൂമിയിൽ നിന്നാണ്. എം.ജി. സാറിന് സംസാരിക്കാനാണ്. ഒരു ഉരുണ്ട് ശബ്ദം, എത്ര മനോഹരമായിട്ടാണ് അത് ആ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. സോമനുണ്ടോ? ഇതാരാണ്? രാജേഷാണ്. പുതിയ ആളാണ്. എനിക്ക് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. അവിടെ വിക്ടോറിയ കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ പേര് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എവിടെ ഉണ്ട് എന്ന് അറിയണം. കാണാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ് എന്ന് അന്വേഷിക്കണം. വൈകുന്നേരം തന്നെ വിവരം കിട്ടിയാൽ സന്തോഷം. നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെയാണ് എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ഞാൻ വന്ന് തന്നെ ടീച്ചറിനെ അന്വേഷിച്ചു. ടീച്ചറിനെ അത് എബോവ് 86 ആയിട്ടുണ്ട്. ടീച്ചറിൻ്റെ അന്വേഷിച്ചു, വീട് കണ്ടുപിടിച്ചു, തിരിച്ചു വിളിച്ചു പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടീച്ചറിനെ കാണാൻ വേണ്ടി പാലക്കാട് വിക്ടോറിയ കോളേജ് പഠിപ്പിച്ചാണ് പാലക്കാട്. ആ യാത്രയിൽ അതിൽ എന്നെയും അദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കാനോ ആ ടീച്ചറിൻ്റെ വീട്ടിൽ പോകാനോ അവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം. അതൊക്കെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യം. അത്രയും വലിയൊരു മനുഷ്യനോട് കൂടെ സഞ്ചരിക്കുക. അതുപോലെ പാലക്കാട് ഉണ്ടായ മറ്റൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവനാണ് ആദ്യത്തെ സമാഹാരം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ സമാധാനം രക്തം പുരണ്ട മണൽക്കനികൾ എന്ന് പറയുന്ന ആദ്യത്തെ സമാധാനം. അന്ന് അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്ന MG ഉണ്ണി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഞാൻ ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. MG ഉണ്ണി എന്ന് പറയുന്ന ആ ഒരു ആളാണ് അദ്ദേഹത്തിന്റെ കഥകളെല്ലാം കൂടി തപ്പിയെടുത്ത് സമാഹാരം പുറത്തിറക്കി. രക്തം പുരണ്ട മണൽക്കനികൾ പുറത്തിറക്കി. ഞാൻ ഈ 93 പാലക്കാട് ചെല്ലുമ്പോൾ ഉണ്ണിയേട്ടൻ അദ്ദേഹം അന്നേരം പറഞ്ഞ് അറിയപ്പെടുന്നത് എൻ്റെ ഒരു ആദ്യ പ്രസാധകൻ എന്ന നിലയിലാണ്. അദ്ദേഹം വലിയ സ്പോർട്സ്മാനായിരുന്നു, വലിയ ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിതം ഒരു വലിയ മദ്യപാനിയായി, മദ്യത്തിന് അടിമയായി. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളോടൊക്കെ പൈസ ചോദിച്ച് വാങ്ങിച്ച് അത്ര അവസ്ഥയിലായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ പോലും പുള്ളിയോട് വന്നിട്ട് പറയും, സോമനോട് പറയും, വാസുവിനെ വിളിക്കും. ഇറക്കി അപ്പോ MD കണക്ട് ചെയ്യാൻ പറയുന്നോണ്ടേ അവർ ചോദിക്കുക ആരാണ്? പാലക്കാട്ട് ഉണ്ണിയാണെന്ന് പറയാം. പിന്നെ വേറെ ചോദ്യം മറ്റൊന്നുമില്ല. മറുതലയ്ക്ക് എത്തിയോ അവരുടെ സംഭാഷണം കേൾക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു മണിയോറാണ് അടുത്ത ദിവസം എത്തുന്നത്. അങ്ങനെ ഈ അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ അദ്ദേഹം ആകർഷിച്ചു. അങ്ങനെയുള്ള ഒരു പിന്നെ MDയുടെ എഴുത്ത് ഞാൻ പറഞ്ഞു വളരെ വ്യക്തിനിഷ്ഠമായി സമൂഹത്തിലെ വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ ഒരു സമൂഹത്തിന്റെ ഘടന മാറുന്നത്, സമൂഹത്തിന്റെ അതായത് കേരളത്തിന്റെ ഒരു പിന്നെ സാമൂഹ്യ മാറ്റം, സമൂഹ ഘടനയിലുണ്ടാകുന്ന മാറ്റം, ദായക്രമത്തിലുണ്ടാകുന്ന മാറ്റം, ആ ദായക്രമത്തിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ സമൂഹത്തിന്റെ ഘടനയെ എങ്ങനെ ബാധിക്കും, സമൂഹത്തിന്റെ സാംസ്കാരിക അവസ്ഥയെ എങ്ങനെ മാറ്റും, സമൂഹത്തിന്റെ രാഷ്ട്രീയ ഘടന എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അപഗ്രഥനാത്മക വീക്ഷണത്തിലൂടെ ആണ് ഇന്ത്യ. വളരെ ചെറിയ വാക്കുകളിലൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്ന ചില പ്രപഞ്ചങ്ങൾ. നമ്മൾ ഈ പറയുന്ന വലിയ ഫെമിനിസ്റ്റ് എടുക്കുക,
ഇപ്പൊ മാധവിക്കുട്ടിയെ പോലുള്ള എഴുത്തുകാർ അത്തരത്തിലുള്ള എഴുത്തിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച എഴുത്തുകാരിയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആദരവ് പുലർത്തിയ രണ്ട് എഴുത്തുകാരായിരുന്നു എം ടിയും മാധവിക്കുട്ടിയും. പരസ്പരം ഏറ്റവും വലിയ ആദരവ് പുലർത്തിയ രണ്ട് എഴുത്തുകാരായിരുന്നു മാധവിക്കുട്ടിയും. മാധവിക്കുട്ടി നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ ബലാത്സംഗം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന സ്ത്രീ, പെൺകുട്ടി, അവിവാഹിതയായ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി വരുന്ന പെൺകുട്ടിയോട് പറയുന്ന വാക്കുണ്ട്, ഒരു PA ഷോപ്പ് വെച്ച് പൊളിച്ചാൽ മാറുന്നതിനപ്പുറമൊന്നും നിനക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. ഒരു PA ഷോപ്പ് വെച്ച് പൊളിച്ചാൽ മാറുന്നതിനപ്പുറമൊന്നും നിനക്ക് സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന എഴുത്തുകാരൻ. അതിൻ്റെ ഒരു പുരുഷ വേർഷൻ ഇന്ത്യയുടെ രണ്ടാം ഊഴത്തിലുണ്ട്. രണ്ടാം ഊഴത്തിൽ സ്ത്രീയെ ഊഴം വെച്ച് പ്രാപിക്കുന്ന പുരുഷനാണ്. അപ്പോൾ ഒന്നാം ഊഴം യുധിഷ്ഠിരന്, രണ്ടാം ഊഴം ഭീമന്, നാമിലെ രണ്ടാം ഊഴം കൂടെ. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പുരുഷന് അർജുനൻ മാത്രമേ മറ്റുള്ള പുരുഷന്മാർക്ക് വിധേയാകേണ്ടി വരുന്ന ഗതികേടാണ്. അപ്പൊ അങ്ങനെ ഒന്നാം ഊഴം കഴിഞ്ഞ് യുധിഷ്ഠിരന്റെ ഒന്നാം ഊഴം കഴിഞ്ഞ് ഭീമന്റെ രണ്ടാം ഊഴത്തിൽ ആദ്യ ദിവസം ഭീമൻ മണിയറയിലേക്ക് കടന്നു വരുമ്പോൾ മുല്ലപ്പൂക്കൾ വിരിച്ച പെൺകുട്ടിയുടെ ഇരിപ്പുണ്ടല്ലോ, ഈ ശയ്യയിൽ നടക്കുന്ന പാഞ്ചാലി, ആ പാഞ്ചാലിയെ സമീപിച്ചിട്ട് സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ, പാഞ്ചാലി അർദ്ധശുദ്ധാവസ്ഥയിൽ നടക്കുന്ന പാഞ്ചാലിയെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ടിട്ട് പെട്ടെന്ന് ഭീമൻ മാറുകയാണ്. ധർമ്മിഷ്ഠനാണ്. പാഞ്ചാലി പാർത്ഥ എന്ന് ഉരുവിടുന്നു. അപ്പോ അവിടെ യുധിഷ്ഠിരനേക്കാൾ ധർമ്മബോധം പ്രകടിപ്പിക്കുന്ന ഭീമനെയാണ് നമ്മൾ ഹിന്ദി വരച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഭീമൻ പറയുന്നുണ്ട്, മനസ്സിൽ മറ്റൊരു പുരുഷനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത് പാപമാണ്. എന്തൊരു വലിയ സ്ത്രീ നീതിയാണ്, എന്തൊരു വലിയ സ്ത്രീ പക്ഷപാതിയായിട്ടുള്ള ഒരു എഴുത്തുകാരനെയാണ് അവിടെ എത്തി സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു സ്ത്രീ പോലും പറയാത്ത കാര്യമാണ്. മനസ്സിൽ മറ്റൊരു പുരുഷനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ത്രീയെ തൊടുന്നത് പാപമാണ് എന്ന് ആരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്? ധർമ്മപുത്രനെ കൊണ്ടല്ല പറയിപ്പിക്കുന്നത്, ഭീമനെ കൊണ്ടാണ്. ഭീമൻ അത്ര വലിയ ധാർമ്മികതയുണ്ട് എന്ന് നമ്മൾ പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലല്ല പുരാണത്തിലെ ഭീമനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പുരാണത്തിൽ തന്നെയുള്ള ഭീമനെയാണ് MT കണ്ടെടുത്തത് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എഴുത്തിലൂടെ നമ്മളെ വിശാലമായ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയ വിസ്മയിപ്പിച്ച ഒരാൾ എഴുത്തിൽ മാത്രം. തിരക്കഥ MTയുടെ മലയാളത്തിൽ ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ പ്രസിദ്ധനായ ആളാണ്. 25ാമത്തെ വയസ്സിലാണ് MT വാസുദേവൻ നായർക്ക് നാലുകെട്ട് എന്ന് പറയുന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. 25 വയസ്സ്. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തകഴിയെ പോലെ, പൊറ്റക്കാടിനെ പോലെ, റുഹൂബിനെ പോലെയുള്ള മഹാരഥന്മാരെ മറികടന്നുകൊണ്ടാണ് അനാഗത ശിശു എന്നൊക്കെ പറയാവുന്ന ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ 25ാമത്തെ വയസ്സിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. പിന്നീട് 25 വയസ്സിൽ അക്കാദമി അവാർഡ് കിട്ടിയ ഒറ്റ എഴുത്തുകാരനെ മലയാളത്തിലുള്ളൂ. അത് നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറയുന്ന നോവലിന് അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പട്ടക്കാരൻ. ഇവർ തമ്മിൽ വലിയ സാമ്യങ്ങളും എഴുത്തി. MTയുടെ തിരക്കഥ എന്ന് പറയുന്നത്, MTയുടെ തിരക്കഥ നമ്മളെല്ലാം വായിച്ചിട്ടുള്ള വായിക്കുമ്പോൾ തന്നെ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യും. നമ്മൾ വേറൊരു ഛായാഗ്രാഹകന്റെയോ വേറൊരു സംവിധായകന്റെയോ വേറൊരു സാങ്കേതിക വിദഗ്ധന്റെയോ സഹായമില്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമന്വയ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ആൾക്കൂട്ടത്തിൽ തിരികെ MT വാസുദേവൻ നായർ അനുസ്മരണത്തിൽ തത്സമയ സംപ്രേഷണം ഇത് പൂർണ്ണമാവുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വി സുരേന്ദ്രൻ മാതൃഭൂമി സ്വാഗതവും സമന്വയ സാംസ്കാരിക സമിതിയുടെ കമ്മിറ്റി അംഗം ശ്രീ അജീഷ് ഉദ്ഘാടനം. നിലവിൽ NSS കോളേജ് ശ്രീ അജീഷ് അവർ. നന്ദി, നമസ്കാരം.
വ്യാകരണം, ഇതൊക്കെ